ഹലോ ഗൈസ്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് അപ്പം കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കിട്ടാറുണ്ട് അല്ലേ. എൻ്റെ ജീവിതത്തിലും അത് ഏറെക്കുറെയൊക്കെ ശരി തന്നെയായിട്ട് വരാറുണ്ട് കേട്ടോ. കാരണം എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ വിഷ്ണുവേട്ടനായിട്ട് കണ്ടുമുട്ടുന്നതിൻ്റെ മുന്നേ വരെ ഒരു മൂവിക്കൊക്കെ ഞാൻ പോയത് ആകെ 2 മൂവിക്കാണ്. അതായത് അതും കുഞ്ഞിലാകുമ്പോൾ ശൃംഗാരവേലൻ, അതുപോലെ മായാമോഹിനിയൊക്കെ അതൊക്കെ ഇറങ്ങിയിട്ട് എത്രയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കസിൻസിൻ്റെ പാരൻസിൻ്റെ ഒപ്പമൊക്കെ പോയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ, നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. ഒക്കെ അവരുടെ കൂടെ പോകുമ്പോൾ സന്തോഷത്തിനൊക്കെ കൂടുതലൊരു വിഷമമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയണത് ഞാൻ ഇതുവരെ ഇറങ്ങിയ സിനിമ എല്ലാം കണ്ടിട്ടുണ്ട്. അതായത് വിഷ്ണുവേട്ടന് സിനിമ എന്ന് പറയുന്നത് അത്രത്തോളം ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നന്നായിട്ട് സിനിമ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മൂവിക്ക് തന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ആലോചിക്കും, കാരണം അന്ന് എനിക്ക് കിട്ടാത്തത് ഇന്നത് കിട്ടുന്നുണ്ടല്ലോ എന്ന്. അതിൽ ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ്. ഇപ്പോൾ എനിക്കിത് പറയുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നൈറ്റിൽ മൂവിക്കാണ് പോയിട്ടുള്ളത്, അതായത് നൈറ്റ് ഷോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം മോൾ അപ്പേക്കും നല്ല സുഖമായിട്ട് ഉറങ്ങും. അതാകുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും കുഴപ്പമുണ്ടാവില്ല, അവൾക്കും ഡിസ്റ്റർബൻസ് ആവില്ല. കാരണം അവൾക്കിത് ആസ്വദിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ ആ കുട്ടീനെ നമ്മളെടുത്തിട്ട് വെറുതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി പിടിച്ചിരുത്തണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ആകുമ്പോൾ അവൾ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു ടൈമാണ്, നമുക്കും കണ്ടിരിക്കാം, അവൾക്ക് ഉറങ്ങും ചെയ്യാം. അപ്പോൾ ഞാനും അമ്മയും വിഷ്ണുവേട്ടനുമാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സുമതി വളവിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല പടമായിരുന്നു. നിങ്ങളിപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും.